ഈ 2 കൊല്ലമായിട്ട് ഇവിടെ കിടക്കുന്ന മാലിന്യത്തെ നീക്കാൻ നഗരസഭയിൽ നിന്നോ അല്ലാതെ ജനപ്രതിനിധികളിൽ നിന്നോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. മിസ്റ്റർ ബിനീഷ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് വീടുകളിലൊക്കെ കയറി പരിചയപ്പെടുത്താൻ വന്നപ്പോൾ അദ്ദേഹം ഇത് നോട്ട് ചെയ്തു. ഇത്രയും മാലിന്യം കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നോട് ചോദിച്ചപ്പോൾ ആരും ഇത് നീക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റു പ്രദേശങ്ങളിലോ ഒരു സംഘടനകളും മുന്നോട്ട് വന്നിട്ടില്ല. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പർ ലോറിയില് തൊഴിലാളികളുമായിട്ട് വന്ന് ആ കംപ്ലീറ്റ് മാലിന്യം റോഡ് ലെവലില് തുടച്ചു നീക്കി അവിടെ വൃത്തിയാക്കി. ആരും അദ്ദേഹത്തെ അപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമല്ല, സ്വമേധയാ അങ്ങനെ തോന്നി ചെയ്തൊരു വലിയ നല്ല കാര്യമാണ്. ഇപ്പോൾ അവിടെ വൃത്തിയായിട്ട് കിടക്കുന്നു. വാക്കുകളല്ല, പ്രവൃത്തിയാണ് വലുത്. ഇന്ന് ലോക മാലിന്യ നിയന്ത്രണ ദിനം. പലരും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഈ ദിവസം ചങ്ങനാശ്ശേരി നഗരസഭയിൽ നിന്ന് വേറിട്ടൊരു കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി അധികാരികളുടെ കൺമുന്നിൽ ഒരു ശാപമായി കിടന്ന മാലിന്യ കൂമ്പാരം. പലരും കണ്ടില്ലെന്ന് നടിച്ചു, പലരും മാറ്റാമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ വെറും 1 മണിക്കൂർ, അതെ 2.5 വർഷത്തെ അനാസ്ഥയെ തുടച്ചു നീക്കാൻ ചങ്ങനാശ്ശേരിയിലെ ഈ യുവ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നത് 1 മണിക്കൂർ മാത്രമാണ്. ഇതൊരു അത്ഭുതമല്ല, മറിച്ച് ഇച്ഛാശക്തിയാണ്. നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉന്നതമായ ഉത്തരവാദിത്വ ബോധമാണ്. കാര്യക്ഷമതയും സാമൂഹിക ഇടപെടലും വെറും വാക്കുകളിൽ ഒതുക്കാതെ പ്രവർത്തിച്ചു കാണിച്ച ആ യുവ പോരാളിയുടെ മികവിനെക്കുറിച്ചാണ് ഇന്ന് ഈ വാർഡിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരി കേരളം മൊത്തം എല്ലായിടത്തും ഈ മാലിന്യത്തിൻ്റെ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. എത്ര മാറ്റിയാലും അത് കൂടുതലായി വരുന്നതല്ലാതെ കുറയുന്നൊരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇവിടെ പലയിടത്തും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്നും ശരിയായ രീതിയിൽ ഒരു മാലിന്യ നിമാർജനം ഇവിടെ കേരളത്തിൽ പൊതുവേ തന്നെ നടക്കുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും അത് ക്രമീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറയുന്ന യാതൊരു സാഹചര്യം കാണുന്നില്ല. അനുബന്ധിച്ച് നമ്മുടെ ഈ പരിസരത്ത് ഈ 3-ാം വാർഡിൽ 2-3 വർഷമായിട്ട് കൂടിക്കിടക്കുന്ന മാലിന്യം ഇന്ന് ഏതൊരു നല്ല ഒരു പ്രമുഖ വ്യക്തിയുടെ സാഹചര്യത്തിൽ കണ്ടയിൽ ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ അതിനെ നിമാർജനം ചെയ്ത് വ്യക്തമായ ഒരു പരിപാടിയും ഇല്ല. നഗരസഭ മുന്നോട്ടിറങ്ങി മാലിന്യം നീക്കുന്നത് വളരെ ചുരുക്കമാണ്. വല്ല ഉത്സവങ്ങളോ ഘോഷയാത്രകളോ വന്നാൽ അല്പസ്വല്പം മാലിന്യം നീക്കല്ലാതെ പൊതുവായിട്ട് റെഗുലറായിട്ട് മാലിന്യം നീക്കാനുള്ള ഒരു നടപടികളും നഗരസഭയിൽ നിന്നില്ല. അതിൽ നഗരസഭ താമസിക്കുന്നവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, സംസ്കരിക്കണം. പക്ഷേ എല്ലാവരെ കൊണ്ടും നടക്കില്ല. മാലിന്യങ്ങൾ ഇടാൻ ഒരു പ്രത്യേക സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാവരും കിട്ടുന്ന സ്ഥലങ്ങളിൽ വലിച്ചെറിയുകയാണ്. അത് അവിടെ കിടന്ന് കവിഞ്ഞ് ദുർഗന്ധം ഉണ്ടാകുകയും ഇഴജന്തുക്കൾക്ക് താമസിക്കാനുള്ള ഇടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നഗരസഭ മുന്നോട്ടിറങ്ങി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് റെഗുലറായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അത്യാവശ്യമാണ്. നമ്മൾ എറണാകുളം കോർപ്പറേഷനിലും അവിടെ ഇവിടെയൊക്കെ കളക്ഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ കളക്ഷൻ പോയിന്റിൽ നമ്മൾ ആ മാലിന്യം നിക്ഷേപിച്ചാൽ അവരത് എടുത്തുകൊണ്ട് പോകും. കളക്ഷൻ പോയിന്റോ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളോ ഒന്നും നഗരസഭയുടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭരണ കേന്ദ്രങ്ങൾ അവിടെ വാർഡിൻ്റെ പല സ്ഥലങ്ങളിലും വയ്ക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾ ഈ വഴിവെളിച്ചത്തിൽ വലിച്ചെറിയാതെ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയും നഗരസഭയ്ക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കളയാൻ സാധിക്കുന്നതാണ്. എൻ്റെ മകൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് അവിടെ പോയി താമസിക്കാറുണ്ട്. അവിടെ മാലിന്യം ആരും വഴിയിലെറിയാറില്ല. മാലിന്യം നഗരസഭ കളക്ഷൻ പോയിന്റ് അവിടെ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ഇടവിട്ട് കളക്ഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ മാലിന്യം കൂട്ടി കട്ടി അവിടെ കൊണ്ടിട്ടാൽ മതി. അവർ നഗരസഭയിലെ ആൾക്കാർ അത് കളക്ട് ചെയ്ത് റിമൂവ് ചെയ്തോളും. അപ്പം നിർമ്മാണത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലൊരു സൗകര്യങ്ങൾ ഇവിടെ കളക്ഷൻ പോയിന്റ് നമ്മുടെ നഗരസഭയുടെ മുക്കിലും മൂലയിലും 3-4 അല്ലെങ്കിൽ 5 കളക്ഷൻ പോയിന്റ് വയ്ക്കുകയാണെങ്കിൽ ആ തൊട്ടടുത്ത് താമസിക്കുന്നവർക്കും ഉള്ളവർക്കും അവിടെ കൊണ്ട് മാലിന്യം നിക്ഷേപിക്കാം. അവിടെ നിന്ന് നഗരസഭയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത് വളരെ എളുപ്പമായിരിക്കും.